പി കെ സനോജ്, ദ മാറ്റർ ഓഫ് ടൈം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് അതിനുവേണ്ടി ശക്തിയുക്തം വാദിക്കുകയാണ്. അവസാന നിമിഷം ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ തത്വത്തിൽ തീരുമാനമെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് ഔദ്യോഗികം കിട്ടുന്ന വിവരം. ശ്രീ വി കെ സനോജ്, അപ്പോഴും ഏറ്റവും ഒടുവിൽ മന്ത്രി വി എൻ വാസവൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി അയാളുടെ രാജി എഴുതി വാങ്ങണം, ഇത് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് രാജിവെച്ച് പോടോ എന്ന് കട്ടയ്ക്ക് പറയാൻ പറ്റാത്തത്? ശ്രീ സനോജ്. CPM ഇപ്പോൾ വെക്കണമെന്ന് പറയാത്തതാണോ ഇവിടെ ഗൗരവമായ പ്രശ്നം? കാരണം രാഹുൽ എന്ന് പറയുന്ന ഈ MLA ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചും ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാജിയല്ലാതെ അവിടെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ല. കാരണം ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ പോകാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് അയാൾക്ക് ഇനി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുക? സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അയാൾക്ക് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കാൻ വേണ്ടി കഴിയും? ഇത് ഏതെങ്കിലും ഒരു പ്രണയമോ പ്രണയരാജ്യമോ അവർക്കിടയിലുള്ള പ്രശ്നമോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ അല്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി വന്ന് ഒരു കാര്യം പറയുന്നു, അതിനെ തുടർന്ന് വേറൊരു പെൺകുട്ടി പറയുന്നു, അതിനെ തുടർന്ന് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള മറ്റൊരു ഗർഭചിത്രത്തിൻ്റെ കാര്യങ്ങൾ വരുന്നു. ഇന്നിപ്പോൾ കേട്ട വാർത്ത ഒരു പെൺകുട്ടിയോട് വധഭീഷണി മുഴക്കുന്നതാണ്. എനിക്ക് നിന്നെ കൊല്ലണമെങ്കിൽ 1 മിനിറ്റ് മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ കൊന്നുകളയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് MLA തുടരാൻ കഴിയില്ല എന്നത് സാധാരണമായിട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ഇനിയിപ്പം ഞങ്ങൾ ആവശ്യപ്പെടണോ? അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും ഈ തുടരാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം. ഞാൻ പറഞ്ഞു, ഇത്ര ഗുരുതരമായ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, ഇത്തരം ഹറാസ്മെന്റിന്റെയും ഇത്തരം സ്ത്രീവിരുദ്ധതയുടെയും ഇത്തരം ക്രിമിനാലിറ്റിയുടെയും മനോഭാവത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതെന്റെ ശബ്ദമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്തിടത്തോളം കാലം, അത് രാഹുലിന്റെ ശബ്ദമല്ല എന്ന് കോൺഗ്രസ് പാർട്ടി പറയാത്തിടത്തോളം കാലം, അത് രാഹുലിന്റെ ശബ്ദമാണ്, അതൊക്കെ ഉണ്ടായതാണ്, അതിന്റെ സാഹചര്യം എന്താണെങ്കിലും. സനോജ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM ഒഫീഷ്യലി പറയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയണം. സനോജ്, രാഹുൽ മാങ്കൂട്ടം MLA ആയി നിൽക്കാൻ ഒരു നിമിഷം പോലും യോഗ്യനല്ല എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. DYFI ഒരു പടി കൂടി കടന്നിട്ട് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം പോലും MLA ആയി തുടരാനുള്ള യോഗ്യതയില്ല. അത് ഓരോ ദിവസവും DYFI ആണോ ഒരു പടി കൂടി കടക്കുന്നത്? ആ പടി കടക്കാൻ CPM-ന് മുന്നിലുള്ള തടസ്സം എന്താണ് സനോജ്? DYFI ആണ് ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ധീരമായി പറയുന്നത്. CPM-ന് ആ പടിപടക്കാനുള്ള പ്രശ്നം എന്താണ്? എന്തിനാണ് വി എൻ വാസവൻ പൊതുസമൂഹത്തെ പിടിക്കുന്നത്? CPM പറ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിഞ്ഞുപോ എന്ന പ്രസ്താവന ഇറക്ക്. എന്തിനാണ് ഈ പറയുന്ന ഒതളങ്ങ വെള്ളത്തിൽ കിടക്കുന്ന മട്ടിലെ ഈ നിലപാടില്ലായ്മ? നിങ്ങൾ ഈ ചർച്ച വഴിതിരിച്ചു വിടരുത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കോൺഗ്രസ് പാർട്ടി ഈ പെർവെർട്ടിനെ സംരക്ഷിക്കുന്നതും ഇവൻ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതുമാണ്. ഇവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഷാഫി പറമ്പൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തെളിവുണ്ടോ, എഴുതപ്പെട്ട രേഖയുണ്ടോ, എന്താ പറയുന്നത്, FIR ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു ജനപ്രതിനിധി, ഒരു MP ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പെടാപ്പാട് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ അംഗത്തിൽ നിന്നും ഇയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു പ്രസ്താവന കൊടുക്കാൻ ഇന്ന് വരെ കഴിയുന്നില്ല. ഇത്രയേറെ തെളിവുകൾ പുറത്തു വന്നിട്ടും. മനസ്സിലായില്ലേ? വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം CPM എന്തോ ആവശ്യപ്പെട്ടില്ല എന്ന തരത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരും പറഞ്ഞു, ഒരു നിമിഷം പോലും MLA ആയി തുടരാനുള്ള ധാർമ്മികത അയാൾക്കില്ല, അയാൾ തുടരാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു അയാൾ രാജിവെച്ച് അടിയന്തരമായും ഈ നാടിനോട് മാപ്പ് പറയേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം നാട്ടിൽ രൂപപ്പെടുന്ന സന്ദർഭത്തിലും അയാളെ ന്യായീകരിക്കുന്ന പ്രസ്താവനയും ന്യായീകരിക്കുന്ന വാദമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇന്നിപ്പോൾ ഇന്നലെ ആ ശ്രീകണ്ഠൻ MP പറഞ്ഞത് ഇയാൾക്കെതിരായിട്ട് ആദ്യം ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറച്ച് കുറവാണ് എന്ന്. ഇങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടികൾ പരാതിയുമായിട്ട് വരുമ്പോൾ ആ പരാതി പറയുന്ന പെൺകുട്ടികളുടെ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ KPCC ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇയാളെ, ഈ MP-യെ? ശ്രീകണ്ഠനാണോ പരാതിക്കാരിയുടെ വസ്ത്രത്തിന് അളവെടുക്കാൻ KPCC ചുമതലപ്പെടുത്തിയ ആള്? അപ്പം ഇങ്ങനെയുള്ള ആഭാസന്മാരാണ് ഇതിന് നേതൃത്വം നിൽക്കുന്നത്. ഇവരെല്ലാം നിൽക്കുന്ന കാലത്തോളം ഇവനെപ്പോലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടും.
അവിടെ ഞങ്ങൾ കേരളീയ പൊതുസമൂഹം ആകെ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ഇയാളെ പുറത്താക്കിയിട്ട് പ്രസ്താവന കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ ഒരു നിമിഷം പോലും നീ MLA ആയി തുടരാൻ പാടില്ല എന്ന് അന്തസ്സുള്ള ഒരു പാർട്ടി പറയണം ഇവിടെ. അത് അല്ല, പറയുന്നില്ല. ഈ അത് പറയുന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സനോജ് പറയുന്ന രീതിയിൽ CPM എന്താ ഒരു കോൺഗ്രസ് പറയാത്തത്? ക്രിസ്റ്റൽ ക്ലിയർ നിലപാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ശരിയാണ്. കേരളത്തിൽ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന ഒരാൾക്ക് പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു നിമിഷം പോലും അയാൾ ആ MLA പദവിയിൽ ഇരിക്കരുത് എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല.